നമ്മുടെ മുപ്പത്തളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് തയ്യാറായ മുപ്പത്തളം ബാങ്കിൻ്റെ പ്രസിഡൻറ്റും ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും ജീവനക്കാരുമെല്ലാം ഉൾപ്പെടുന്ന ഇന്നത്തെ ഈ ഭരണസമിതിയെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കണം. മുപ്പത്തളം സർവീസ് സഹകരണ ബാങ്ക് ആരംഭിക്കുന്നതിന് ഏതൊരു സഹകരണ പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ അതിന് ആദ്യമായി രൂപീകരിക്കുന്ന ഒരു പ്രൊമോട്ടിംഗ് കമ്മിറ്റിയുണ്ട്. ആ പ്രൊമോട്ടിംഗ് കമ്മിറ്റി മുതൽ മുപ്പത്തളം ബാങ്കിൻ്റെ ഭരണത്തിൽ അതിൻ്റെ ഭരണസമിതി അംഗം, വൈസ് പ്രസിഡന്റ് എന്നെല്ലാം ഉള്ള നിലകളിൽ പ്രവർത്തിക്കുന്നതിനുള്ള സന്ദർഭം എനിക്കുണ്ടായിട്ടുണ്ട്. ഇതിലെ ഇന്നത്തെ ഈ നിലയിലേക്ക് നമ്മുടെ ബാങ്ക് വളർന്നു കയറിയതിൽ ഇവിടെ സെബാസ്റ്റ്യൻ സൂചിപ്പിച്ച പോലെ LDFൻ്റെ ഭരണസമിതിക്കും അതിനു മുൻപ് കുറേ കാലം ഇവിടെ ഭരിച്ചിരുന്ന ഭരണസമിതിക്കും എല്ലാം പങ്കുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ വളരെ ഉള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ ബാങ്കിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നേരിട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നത്തെ ഈ നിലയിലേക്ക് ബാങ്കിനെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആ ഭരണസമിതി അംഗമെന്ന നിലയിലെല്ലാം തന്നെ ദീർഘകാലം അതിൽ തുടരാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന റിട്ടയേർഡ് ജീവനക്കാരായിട്ടുള്ള നമ്മുടെ സരള, സീന, മഹിള, CG നാരായണൻ, ഇവരെല്ലാവരും തന്നെ ഞാൻ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന സമയത്ത് സംഘത്തിൻ്റെ ജോലിയിലേക്ക് പ്രവേശിച്ചവരാണ്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ഏതാണ്ട് മിക്കവാറും എല്ലാ ജീവനക്കാരും ഭരണസമിതിയിൽ തുടരുന്ന സമയത്താണ് വന്നിട്ടുള്ളത്. ഈ രീതിയിൽ ഇങ്ങനെ ഉള്ള ഈ വളർച്ചയിലേക്ക് നമ്മുടെ ബാങ്കിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഈ ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനവും അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ സഹകരണവും അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഏതൊരു ഭരണസമിതിയിലും ഇപ്പോൾ ഇവിടെ നേരത്തെ സഭാഷ സൂചിപ്പിച്ചതുപോലെ സംഘങ്ങളിൽ ഉണ്ടായിട്ടുകൊണ്ട് നമ്മുടെ പ്രസിഡന്റും സൂചിപ്പിച്ചു. കരുവന്നൂർ ബാങ്ക് അങ്ങനെ കുറേ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല അഴിമതികൾക്കും അതിലെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഇടയുമായിട്ടുള്ള ചെറിയ പങ്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക, ഈ മുപ്പത്തളം പ്രദേശത്തെ സഹകാരികളുടെ പുരോഗതിയാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണ് ബാങ്കിൻ്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രീതിയിലേക്ക് വളർന്ന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ, എറണാകുളം ജില്ല എന്ന് മാത്രമല്ല ഇത്രയും ചുരുങ്ങിയ ഒരു പ്രവർത്തന പരിധിയുള്ള ഇത്രയും വലിയ ഒരു സംഘം കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ചുരുങ്ങിയ പരിധി മുപ്പത്തളം കര എന്ന് പറയുന്ന ഈ മുപ്പത്തളം കര ഈസ്റ്റ് കടിങ്ങല്ലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പരിധിയിലായിരുന്നു. മുപ്പത്തളം കടിങ്ങല്ലൂർ വില്ലേജ് ഉൾപ്പെടെ ഈ പ്രദേശം മുഴുവൻ ഈസ്റ്റ് കടിങ്ങല്ലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പരിധിയിലായിരുന്നു. അന്ന് നമ്മുടെ ബാങ്കിൻ്റെ ആദ്യകാല പ്രവർത്തകരായ ശ്രീ P. അയ്യപ്പൻ മാസ്റ്റർ, KK ശ്രീധരൻ തുടങ്ങിയ അന്നത്തെ ഇതിനൊക്കെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചവരെ എല്ലാവരും കൂടി ഈ മുപ്പത്തളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുപ്പത്തളം കര എന്ന് പറയുന്ന ഈ പരിധി ഈസ്റ്റ് കടിങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഒഴിവാക്കി നമ്മളിവിടെ സർവീസ് സഹകരണ സംഘം രൂപീകരിക്കാനുണ്ട്. അങ്ങനെ രൂപീകരിച്ച സർവീസ് സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തന പരിധി വളരെ കുറവാണ്. ഇപ്പം ഇവിടെ ഈ നമ്മുടെ
കടുങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽ 4 സർവീസ് സഹകരണ സംഘങ്ങളുണ്ട്. ഈസ്റ്റ് കടുങ്ങല്ലൂർ, വെസ്റ്റ് കടുങ്ങല്ലൂർ, ഏലൂക്കര, കൈണ്ടിക്കര, 32 സർവീസ് സഹകരണ സംഘം. ഈ 4 സംഘങ്ങളുടെ പ്രവർത്തന പരിധികളുണ്ട്. ഈ 4 സർവീസ് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ ഏറ്റവും വളർന്നു നിൽക്കുന്നത് ഈസ്റ്റ് കടുങ്ങല്ലൂരാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ആ രീതിയിലേക്ക് എത്രയോ നമ്മളെക്കാളും എത്രയോ മുൻപ് പ്രവർത്തനം ആരംഭിച്ചതാണ്. അതിന് ശേഷം ആണ് അതിന് വെസ്റ്റ് കടുങ്ങല്ലൂർ, ഏലൂക്കര, കൈണ്ടിക്കരയൊക്കെ നമ്മളുടെ 32 ബാങ്ക് വരുന്നതിന് മുമ്പ് തന്നെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതാണ്. എന്നാൽ അതിനേക്കാളൊക്കെ മുൻനിരയിൽ എത്തിച്ചേരാനും ഇന്നിപ്പോൾ നല്ല ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിലേക്ക് നമ്മുടെ ബാങ്കിൻ്റെ വളർച്ച കൊണ്ടുപോകുന്നതിനും സഹകരിച്ചത് ഭരണസമിതിയും അതോടൊപ്പം ജീവനക്കാരുമാണ്. പ്രത്യേകിച്ചും നമ്മുടെ സെക്രട്ടറി PH സാബു ഇവിടെ വന്നതിന് ശേഷം കുറേ അധികം മാറ്റങ്ങൾ അതിന് മുമ്പ് ഉണ്ടില്ലാന്നുള്ള ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ സാധാരണ ജീവനക്കാരുടെയും സഹകാരികളുടെയും എല്ലാം കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ്. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇതുപോലെയുള്ളൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ ബാങ്കിൻ്റെ ഭരണസമിതിക്ക് തോന്നിയത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അത് ആ കൂട്ടായ്മക്ക് ഈ ബാങ്കിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും കുറേ കാര്യങ്ങൾ സഹകരിച്ച് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും മുൻ ഭരണസമിതി അംഗങ്ങൾക്കും മുൻ ജീവനക്കാർക്കും ഇപ്പോഴത്തെ ജീവനക്കാർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.